വെൽ ബിഗിൻ ഈസ് ഹാഫ് ഡൺ എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു കൗൺസിലിങ്ങിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൗൺസിലിങ്ങിൻ്റെ തുടക്കത്തിൽ റാപ്പോ ബിൽഡിങ് വളരെ ഭംഗിയായിട്ട് നടന്നു കഴിഞ്ഞാൽ കൗൺസിലറും കൗൺസിലിയും തമ്മിലുള്ള ബന്ധം ഭംഗിയായിട്ട് മുമ്പോട്ട് പോകും. അത് കൗൺസിലിംഗ് പ്രോസസ്സിനെ സുഗമമാക്കുകയും ചെയ്യും. എങ്ങനെയാണ് റാപ്പോ ബിൽഡിംഗ് നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കൗൺസിലർക്ക് തീർച്ചയായിട്ടും ലിസണിങ് കപ്പാസിറ്റി ഉണ്ടാവണം. പരസ്പരം സംസാരിക്കുവാനും മറ്റുള്ളവർ സംസാരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുവാനുള്ള ഒരു കപ്പാസിറ്റിയാണല്ലോ ലിസണിങ് കപ്പാസിറ്റി. ഒപ്പം തന്നെ എമ്പതറ്റിക് ആയിട്ട് ലിസൺ ചെയ്യുവാൻ ഒരു കൗൺസിലർക്ക് സാധിക്കണം. എമ്പതി പ്രകടിപ്പിക്കുമ്പോഴാണ് മറ്റുള്ളവർ നമ്മുടെ അടുത്ത് കുറച്ചുകൂടി ഓപ്പൺ അപ്പ് ആവുക. അതോടൊപ്പം തന്നെ റാപ്പോ ബിൽഡിംഗ് ടെക്നിക്കുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. മാച്ചിങ്, മിററിംഗ് പോലെയുള്ള ടെക്നിക്കുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന കൗൺസിലേഴ്സ് അവർക്ക് വളരെ ഈസി ആയിട്ട് മറ്റുള്ളവരുമായിട്ടുള്ള റാപ്പോ ബിൽഡിംഗ് ഭംഗിയായിട്ട് നടക്കും. ഇത് കൗൺസിലിങ്ങിന് മാത്രമല്ല, അത് കോച്ചിങ്ങിൻ്റെ മേഖലയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ മേഖലയിലായിക്കോട്ടെ, ഫ്രണ്ട്സുമായിട്ട് ഇടപഴകുന്ന മേഖലയിലായിക്കോട്ടെ, ഇവിടെയൊക്കെ ഈ റാപ്പോ ബിൽഡിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ റാപ്പോ ബിൽഡ് ചെയ്യുവാനുള്ള ഒരു ആർട്ട് നമ്മൾ സ്വായത്തമാക്കിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അങ്ങനെ റാപ്പോ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ വേവ് ലെന്തും മറ്റുള്ളവരുടെ വേവ് ലെന്തും തമ്മിൽ ഒന്ന് മാച്ചാവും. അങ്ങനെ മാച്ചായി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഒരുപാട് കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഒത്തിരി കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ നമ്മളുടെ ജീവിതം കുറച്ചുകൂടി സുഗമമാക്കുവാനും സാധിക്കും. അപ്പോൾ കൗൺസിലിങ്ങിലെ റാപ്പോ ബിൽഡിംഗ് എന്ന് പറയുന്നത് അതിലെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നാം അറിഞ്ഞിരിക്കുക. ആ റാപ്പോ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് കൗൺസിലേഴ്സ് ആയിട്ടുള്ളവർ എത്ര ഭംഗിയായിട്ട് അത് പഠിച്ചെടുക്കാൻ സാധിക്കുമോ അത് ഭംഗിയായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ ക്ലയൻസ് കൗൺസിലേഴ്സിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഈ റാപ്പോ ബിൽഡിംഗ് ഭംഗിയായിട്ട് നടക്കുന്നില്ല എങ്കിൽ അത് ഓപ്പൺ അപ്പ് ചെയ്ത് അത് ഓപ്പണായിട്ട് പറയുവാൻ വേണ്ടിയിട്ട് കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു റാപ്പോ ബിൽഡിംഗ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.